പെൻഷന്റെ പൈസ എല്ലാം നമ്മൾ ഇന്ന് രാവിലെ തന്നെ പഞ്ചായത്ത് ഡയറക്ടർ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാങ്കാണോ? ബാങ്കിലേക്കാണോ? അതെ. അപ്പൊ ഇന്ന് തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ഇന്നു മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ തുക ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇന്ന് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ വിതരണ നടപടികൾ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഡയറക്ടറേറ്റിലേക്ക് പെൻഷൻ തുക കൈമാറിയിട്ടുണ്ട്. ഇന്നു മുതൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷെ നിലവിൽ ഇതുവരെ ആർക്കും തുക എത്തിയിട്ടില്ല. ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും ഇന്ന് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ 2 പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയിട്ടുള്ള ഫോൺ കോളുകൾ നിങ്ങളൊന്ന് കേൾക്കുക. പെൻഷൻ ഉണ്ടാവോ? ക്ഷേമ പെൻഷന്റെ പൈസ എല്ലാം നമ്മൾ ഇന്ന് രാവിലെ തന്നെ പഞ്ചായത്ത് ഡയറക്ടർ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാങ്കാണോ? ബാങ്കിലേക്കാണോ? അതെ. അപ്പൊ ഇന്ന് തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 ദിവസം എല്ലാവർക്കും കിട്ടും. അത് കുറെ ഉള്ളതുകൊണ്ട് ഇത്രയും നമ്പർ ഓഫ് വെച്ചാണ് കൊടുക്കുക. നമ്മൾ ഇന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹലോ, നമസ്കാരം. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ്. ഹലോ. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഈ മാസം ഇതുണ്ടോ? അടുത്ത മാസമേ ഉള്ളൂ, ഈ മാസം ഇല്ല. ഈ മാസം ഇല്ല അല്ലേ? അപ്പൊ ആദ്യം ക്ഷേമ പെൻഷന്റെ കാര്യത്തിലേക്ക് തന്നെ വന്നാൽ, ക്ഷേമ പെൻഷൻ വിതരണം നടപടികൾ ഇന്നു മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. തുക പഞ്ചായത്ത് ഡയറക്ടറേറ്റിലേക്ക് രാവിലെ തന്നെ കൈമാറിയിട്ടുണ്ട്. ചില ആളുകൾക്കെല്ലാം തുക ഇതിനകം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇല്ല എങ്കിൽ പൂർണ്ണമായിട്ടുമുള്ള എല്ലാ ആളുകൾക്കും, അതായത് ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുന്ന മുഴുവൻ പേർക്കും 2 ദിവസത്തിനകം പെൻഷൻ ബാങ്കുകളിൽ എത്തും എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. എന്നാൽ കയ്യിൽ പെൻഷൻ വിതരണം ഇന്നും നാളെയൊന്നും ഉണ്ടാവില്ല. 2 ദിവസത്തെ അവധിയാണ്. അതായത് ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പൊതു അവധിയായതിനാൽ ട്രഷറി പ്രവർത്തിക്കില്ല, സർവീസ് ബാങ്കുകൾ പ്രവർത്തിക്കില്ല. സർവീസ് സഹകരണ സംഘം ജീവനക്കാരുടെ കയ്യിലേക്ക് ലിസ്റ്റ് എത്തണം, അതുപോലെ തന്നെ പണം എത്തണം. അത് എത്തിയതിന് ശേഷം മാത്രമാണ് ആ ഒരു തുക വിതരണം നടക്കുക. ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തുന്ന ആളുകൾക്ക് 300, 500, 200 എന്നീ കുറവുള്ള 8 ലക്ഷത്തോളം ആളുകളുണ്ട്. കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്കാണ് മുമ്പുണ്ടായിരുന്നത് പോലെ തന്നെ അതും ഈ മാസത്തിലും അങ്ങനെയുള്ളൊരു കുറവുണ്ടാകും. പിന്നീട് ഒരാഴ്ചക്കുള്ളിലാണ് ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. അവർക്ക് 1800, 1700, 1500 എന്നിങ്ങനെയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തുക. ബാക്കിയുള്ള 300, 200, 500 രൂപ പിന്നീട് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ്. പിന്നൊന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ്. സർക്കാർ മാറിയ ആദ്യ മാസമായിട്ടും കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ കഷ്ടതയ്ക്കൊരു അറുതിയില്ല എന്നുള്ളതാണ്. ഈ മാസവും അവർക്ക് പെൻഷൻ ഇല്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. ഈ മാസം ഇല്ല, അടുത്ത മാസം ഉണ്ടാകും എന്നാണ് ഉദ്യോഗസ്ഥ നമുക്ക് നൽകിയിട്ടുള്ള വിവരം. ഫോൺ കോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവർ നൽകിയിട്ടുള്ള ഒരു അറിയിപ്പ് അങ്ങനെയാണ്. അപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഇപ്പോൾ 15 മാസത്തെ കുടിശ്ശികയാണ് ഉള്ളത്. ഇതുകൂടി ആകുമ്പോൾ 16 മാസത്തെ കുടിശ്ശികയാകും. അപ്പോൾ ക്ഷേമ പെൻഷൻ ഇന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ നാളെ അക്കൗണ്ടുകളിലേക്ക് എന്തായാലും എത്തിച്ചേരുന്നതാണ്. കയ്യിൽ പെൻഷൻ വിതരണം വെള്ളിയാഴ്ച മുതലാണ് വെള്ളിയാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ഉണ്ടാകുക. ഇതാണ് പെൻഷൻ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരെ ബൈ.